നമസ്കാരം. ഇൻഫിനിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിരവധി ചലച്ചിത്രമേളകളിലൂടെ 150ഓളം അന്താരാഷ്ട്ര ബഹുമതികളും അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കിയ റോട്ടൺ സൊസൈറ്റി എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അവരുടെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. സംവിധായകനായ എസ് ജിഷ്ണുദേവ്, അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച സുനിൽ പുന്നക്കാട്, വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രിൻസ് ജോൺസൺ. അപ്പോൾ ആദ്യം സംവിധായകനോട് തന്നെ ചോദിക്കാം, ഈ റോട്ടൺ സൊസൈറ്റി എന്ന പേരെന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് തിരഞ്ഞെടുക്കാൻ കാരണം? ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം ഒരു കോവിഡ് ടൈമിന് മുമ്പ് ആണ് ഡെവലപ്പായി വന്നത്. ആ സമയത്ത് ഈ ഒരു പേരൊന്നുമില്ല, റോട്ടൺ സൊസൈറ്റി അങ്ങനെ ഇല്ല, ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിത് ആലോചിച്ചു ആ ഒരു സമയത്ത് ചെയ്യാം, അതായത് ഒരു 2019 ആ ടൈമിൽ ചെയ്യാമെന്ന് വേറൊരു ആക്ടറിനെ വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് നടന്നില്ല. പിന്നീട് ഞാൻ ഈ കംപ്ലീറ്റ്ലി ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞൊരു 2022 23 ടൈമിൽ നമ്മുടെ വേറൊരു വർക്കിൻ്റെ ഇടയിൽ വെച്ച് സുനിൽ കുമാറിനെ കണ്ട സമയത്ത് പുള്ളി താടിയും മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയ ഒരു ഗെറ്റപ്പിലായിരുന്നു. അത്രയും ഇല്ലേ നമ്മുടെ ഈ സിനിമയിൽ കാണുന്ന അത്രയില്ല, അതിൻ്റെ ഒരു തുടക്കമല്ലേ, കുറച്ച് താടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ടുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഒരു സബ്ജക്റ്റ് സ്ട്രൈക്കായി ഞാൻ പുള്ളിയോട് സംസാരിച്ചു, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് ചെയ്യാമോ? അപ്പോൾ പുള്ളി പറഞ്ഞ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, 2-3 മാസം എടുക്കും പടം കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അത്രയും നാൾ അത് ഇത്രയും താടി പോരാ, വീണ്ടും വളർത്തണം, നഖമൊന്നും വെട്ടാൻ പറ്റില്ല. അങ്ങനെ ടോട്ടലി ഒരു പ്രാകൃതമായിട്ടുള്ളൊരു അങ്ങനെ ഒരു പ്രാകൃതമായിട്ടുള്ള രൂപം എന്തുകൊണ്ടായിരിക്കാം ഈ സിനിമയിലെ കഥാപാത്രത്തിന്? ഒരു കഥാപാത്രം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് സമൂഹം ഭ്രാന്തൻ എന്നുള്ള രീതിയിൽ മുദ്രകുത്തി വെച്ചിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഒരു എന്താ പറയാൻ നോർമലായിട്ടുള്ളൊരു ലൈഫല്ല ഉള്ളത്. തെരുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, തെരുവിൽ ഒരു സ്ഥലമല്ല, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു രൂപം എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു. പിന്നീട് ആലോചിച്ചാണ് ഈ റോട്ടൺ സൊസൈറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു ടൈറ്റിലോട്ട് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു. ഞാൻ ഇതിലൊരു കമൻറ്റ് കണ്ടായിരുന്നു, ഒരാളുടെ, ഒരു വിജീഷ് ലാൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കമൻറ്റ് ഉണ്ടായിരുന്നു. റോട്ടൺ സൊസൈറ്റി എന്ന വാക്കിൻ്റെ നേരിട്ടുള്ള മലയാള അർത്ഥം അഴുക്കുചാലായ സമൂഹം അല്ലെങ്കിൽ ദ്രവിച്ചുപോയ അഴുകിയ സമൂഹം എന്നാണ്. മലയാളികളൊക്കെ ഇത്ര മോശമാണോ? ഒരു പക്ഷേ ആയിരിക്കുമല്ലേ, അതിൽ ഞാനും നീയും നമ്മളും ഉൾപ്പെടും. അപ്പോൾ അതൊരു പുള്ളി കണ്ടിട്ട് അതിൻ്റെ റിപ്പോർട്ടോ മറ്റോ കണ്ടിട്ട് എഴുതിയൊരു കമൻറ്റാണ്. ഈ കമൻറ്റ് കണ്ടപ്പോൾ എന്ത് തോന്നി? ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ താങ്കൾ ഉദ്ദേശിച്ചത് തന്നെയാണോ ജനങ്ങളും സ്വീകരിച്ചത് എന്നൊരു? അതെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൈഡ്, സൊസൈറ്റിയുടെ ഒരു സൈഡ് മാത്രമേ കാണുന്നു, മറ്റൊരു സൈഡുണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് വശമുള്ള ഒരു സൈഡുണ്ട്. പോസിറ്റീവും നെഗറ്റീവും മോശം എന്ന് ഞാൻ പറയുന്നില്ല, മലയാളികളിലും മോശം ആൾക്കാരുണ്ട് എന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശമാണ് സിനിമയിലൂടെ. അല്ല, വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെയോ അല്ല, അങ്ങനെ നമ്മൾ അങ്ങനെ പറയുന്നില്ല. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവായി നിലനിൽക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് ഒരു ഭ്രാന്തൻ്റെ കണ്ണിലൂടെ. ഭ്രാന്തൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സത്യം വിളിച്ചു പറയുന്ന ഒരാളാണ്. സത്യം വിളിച്ചു പറയുന്ന ഒരാളിനെ ഭ്രാന്തനായിട്ട് മുദ്ര കുത്തുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഒരു സാധാരണക്കാരൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഈ ഭ്രാന്തൻ. എസ് ജിഷ്ണുദേവിൻ്റെ ഫിലിമോഗ്രഫി പരിശോധിച്ച് നോക്കിയാൽ നിരവധി പരീക്ഷണാത്മക ചിത്രങ്ങളാണ്. ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള കോണ്ടൻ്റുള്ള ഒരു പരീക്ഷണ സ്വഭാവമുള്ള സിനിമകളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ തിരഞ്ഞെടുക്കാൻ കാരണം? സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യുന്ന സിനിമകളിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ലോ ബഡ്ജറ്റിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിനിമകൾ എന്തെങ്കിലും സംസാരിക്കണം, ഒരു പ്രത്യേകത അതിൽ വേണം എന്ന് എപ്പോഴും ഒരു കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കുമ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്? തിരക്കഥ തയ്യാറാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഷ്യൽ പരമായിട്ടുള്ള കുറേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തിരക്കഥയും എഡിറ്റിങ്, ക്യാമറ എല്ലാം താങ്കൾ തന്നെയാണ്. ഇതിൽ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൽ തന്നെ ജാതി, മതം, രാഷ്ട്രീയം, അങ്ങനെയുള്ള എല്ലാ
രീതിയിലുള്ള നെഗറ്റീവ് വശങ്ങൾ, അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ആണ് സംസാരിക്കുന്നത്. അതിനെല്ലാം പോസിറ്റീവായിട്ടുള്ള തലങ്ങളുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യം, അന്ധമായിട്ടുള്ള വിശ്വാസമാണല്ലോ ഇതിലുള്ള എല്ലാവരുടെയും അന്ധമായിട്ടുള്ള വിശ്വാസം കാരണമാണ് സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് വശങ്ങളാണ് കൂടുതൽ നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ റെഡിയാക്കിയ സമയത്തും ഇതെല്ലാം ശ്രദ്ധിച്ചു. ഇപ്പോൾ കറണ്ട് അഫെയർസ് എന്തൊക്കെയാണ്, കറണ്ട് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതെല്ലാം നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും റിയലായിട്ടുള്ള വ്യക്തികളെയോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെയോ സ്വാധീനിച്ചിട്ടുണ്ടോ ഇതിങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ? ഞാനിത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒരു കാഷ്വൽ ടോക്ക് പുള്ളിക്കാരനോട് നടത്തിയ സമയത്ത്, സുനിലേട്ടനോട് നടത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു, ഞാൻ ഒരിടത്ത് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ഭ്രാന്തൻ ഇതേപോലെ, ഐ മീൻ അല്ലേ, ഒരു മനസ്സിനെ സമനില തെറ്റിയ ഒരു മനുഷ്യൻ എന്ന് ആൾക്കാർ പറയുന്നതായിരിക്കും, എനിക്കറിയാം അല്ലേ, അങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെയാണ് എൻ്റെ കൂടെ പറഞ്ഞത്. പുള്ളി ഒരു എന്താ പറയാ കൊച്ചങ്ങ എന്തോ എടുത്തു വെച്ചിട്ട് വെള്ളക്ക അത് എടുത്തു വെച്ചതിന് ശേഷം സംസാരിക്കുകയാണ്. ഓ, വേറെ അന്താരാഷ്ട്ര കാര്യങ്ങൾ നെഹ്റുവിൻ്റെ കൂടെ സംസാരിക്കുക. അപ്പോൾ എനിക്കത് ആ ഒരു തോട്ട്, പുള്ളി ടൈം ട്രാവലൊക്കെയാണ്, ആ ഒരു തോട്ട് കറക്റ്റായിട്ട് പുള്ളി മൊബൈൽ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ മൊബൈലില്ല, അതെ അതെ വർഷങ്ങൾക്ക് മുൻപാണല്ലേ. അപ്പം അതേ ഒരു തോട്ട്, അതേ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി നായകനിലേക്ക് വരാം. എന്തൊക്കെയായിരുന്നു ഈ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നേരിട്ട വെല്ലുവിളികൾ? ഇതിൽ നേരിട്ട് എരിയൊന്നും താടിയും നഖവും വളർത്തുകയാണ് ആദ്യത്തെ വെല്ലുവിളി. വേഷം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നത്. കാരണം നമ്മുടെ സിനിമ പേരിനെ റോട്ടൻ സൊസൈറ്റി എന്നാണ്, അതായത് അഴുകി ജീർണിച്ചൊരു സമൂഹം എന്നാണ്. അങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന സമൂഹം വളരെ സൗന്ദര്യമുള്ളതാണ്, സുന്ദരമാണ് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരെല്ലാം. പക്ഷേ ഈ സൗന്ദര്യത്തിൻ്റെ മറവിൽ ആണ് ഒരുപാട് അഴുക്ക് ചാലുകളുള്ളത്. അപ്പോൾ അതിനെ തുറന്നു കാണിക്കുന്നയാൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അത്രയും പ്രാകൃതമായ വേഷത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ മുടിയും വെട്ടാതെ താടിയോ നഖമോ ഒന്നും വെട്ടാതെയാണ് അത്തരത്തിലുള്ള കാര്യം. സത്യത്തിനെ തുറന്നു നോക്കുന്ന ഒരാളിന് ഒരിക്കലും തൻ്റെ സൗന്ദര്യത്തെ നോക്കാൻ സമയം ഉണ്ടാവില്ല. അവന് സത്യത്തിൻ്റെ നേരെയാണ് അവൻ്റെ കണ്ണ് എപ്പോഴും പോവുക. അതുകൊണ്ട് അവൻ അങ്ങനെ പ്രാകൃതരായിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ മെയിൻ തോട്ട് പറയുന്നത്. കാര്യം ഒരു സുന്ദരനെ കണ്ടാൽ അവൻ സുന്ദരനാണ് അല്ലെങ്കിൽ മാന്യനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരുടെ സ്വഭാവം, അവരുടെ പ്രവർത്തന രീതികളാണ് ഒരാളിനെ, അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. കാര്യം ഈ നമ്മുടെ ഈ വില്ലൻ കഥാപാത്രമായെന്ന് പറഞ്ഞല്ലോ, രാഷ്ട്രീയക്കാരനാണ്, സമൂഹത്തിൽ നല്ല വിലയും നിലയും ഉള്ള ഒരാളാണ്. പക്ഷെ അയാളുടെ പ്രവൃത്തികളെല്ലാം മോശകരമായ രീതിയിലുള്ള പ്രവൃത്തികളാണ്. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അതിനെ ഒന്നുകൂടി സമൂഹത്തിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പഠിത്തം കൊണ്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ ഫലവത്തായി വളരെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഡെഡിക്കേഷൻ അത്രത്തോളം ഉണ്ടായിരുന്നു അല്ലേ? ഡെഡിക്കേഷനേ ഉള്ളൂ. കാര്യം 2 വർഷത്തോളം ഇത്തരം ഈ പ്രാകൃതമായ ഒരു വേഷത്തിലാണ് നടന്നത്. കാര്യം മേക്കപ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചേട്ടനെ സംബന്ധിച്ച് വേറെ ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇതിന് ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു? അല്ല, അപ്പോൾ ഞാൻ വേറൊരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സീരിയൽ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്ക് വന്നതിന് ശേഷം പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതേ ഗെറ്റപ്പിൽ വേറെ 2 വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അത് ഭ്രാന്തിൻ്റെ വേഷമല്ല, അല്ലാത്ത ഈ ഗെറ്റപ്പിൽ 2 വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിനും ഈ ഒരു വേഷപ്പകർച്ച ഒരു ഗുണമായതേ ഉള്ളൂ. ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് അത് വന്നത്. അത് വളരെ അതെന്ന് വെച്ചാൽ അതിൽ ഞാനൊരു ഇരട്ട വേഷമാണ് ചെയ്തത്. അച്ഛനും മകനുമായിട്ടാണ്. ഒരു 85 വയസ്സുള്ള അച്ഛനായിട്ട് 35 വയസ്സുള്ള മകനുമായിട്ട്. അപ്പോൾ ഇതൊരു ഗുണകരമായി വളരെ ഗുണകരമായ. എനിക്കിപ്പോൾ ഈ സിനിമയിൽ തോന്നുന്നൊരു ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്, സമൂഹത്തിൽ ഏറ്റവും നന്നായി വസ്ത്രം ധരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന ആളിൻ്റെ മോശമായ വശവും, എന്നാൽ സമൂഹത്തിൽ വളരെ മോശമായി വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു വേറിട്ട നല്ലൊരു വശവും കാണിക്കുക. നന്മകളിലേക്ക് അവൻ്റെ കണ്ണുകൾ പോകുന്നതാണ്. കാര്യം ഈ സമൂഹത്തിൽ കാണുന്ന പല തെറ്റുകളും പലരും കുട്ടികളെ തന്നെ പലതിനും വേണ്ടി ഉപയോഗിക്കുന്നു. അവരുപയോഗിക്കുകയും പിന്നെ ഭിക്ഷാടനത്തിനും അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കുന്നു. പക്ഷെ അവരെയൊക്കെ മാക്സിമം രക്ഷപ്പെടുത്താനും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനൊക്കെ ഈ കഥാപാത്രം ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണല്ലോ. നമ്മുടെ കുട്ടികളെയൊക്കെ മാക്സിമം ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ.
അതിനൊക്കെ വളരെ വളരെ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധത സിനിമയിൽ പറയുന്നുണ്ട്. അതെ അതെ അതെ. അതുപോലെ ഇതിൽ വില്ലൻ കഥാപാത്രം ഒരു രാഷ്ട്രീയക്കാരൻ അവതരിപ്പിച്ചപ്പോൾ എന്തൊക്കെയാണ് അതിന് തയ്യാറെടുപ്പുകൾ? ഒരു വില്ലൻ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിട്ട് എല്ലാ കഥാപാത്രവും ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതെ അതെ. അപ്പോൾ അവിടെ ഇപ്പോൾ ജിഷ്ണു എന്ന് പറഞ്ഞ സംവിധായകൻ ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ ഒരു കഥ എൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ നെഗറ്റീവ് ഷെയ്ഡാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരുപാട് തയ്യാറെടുപ്പൊന്നുമില്ല. അതിൽ ഓരോ സീനനുസരിച്ച് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സംവിധായകൻ എന്ന് പറയുമ്പോൾ ഒരു സീന് പറയാണ്, പ്രിൻസ് ഇതാണ്, ഈ സീനാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണോ അതിൽ ഞാൻ പെർഫോം ചെയ്യേണ്ടത് അത് സംവിധായകന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംവിധായകൻ്റെ എന്താ പറയുക ഒരു ദീർഘവീക്ഷണം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ സീനിൽ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ടത്, അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സീൻ അനുസരിച്ച് വരുന്നതാണ്, അങ്ങനെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു പ്രിൻസ് ജോൺസൺ എന്ന നടൻ്റെ മുൻപുള്ള സിനിമകൾ പരിശോധിച്ചാൽ അതിനേക്കാളും ഒരു വ്യത്യസ്തമായ കഥാപാത്രമായിരിക്കും അല്ലേ? നല്ലൊരു കഥാപാത്രമായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം, ഈ ഒരു കഥാപാത്രം മൊത്തത്തിൽ തന്നെ എന്താ പറയുക ഒരു നല്ലൊരു ലെവലിലോട്ട് കൊണ്ടുപോയ ഒരു പടമാണ് ഈ റോട്ടൺ സൊസൈറ്റി. കിട്ടിയ കഥാപാത്രങ്ങളിൽ ഏറ്റവും നല്ല കഥാപാത്രം തന്നെ. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ തീപ്പൊരി ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും? അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഡയലോഗും സീനൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അത് തീപ്പൊരി ഡയലോഗും എല്ലാം ഉണ്ട്. ഈ ഡയലോഗ് സംവിധായകനോടാണ്. ഈ ഡയലോഗുകളൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കാര്യം ഇത് സമൂഹത്തിൻ്റെ മുന്നിലോട്ടെടുത്ത് വെക്കുന്നതൊന്നുമല്ലേ, ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളും സന്ദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും നമ്മുടെ മനസ്സ് വരുമല്ലോ. ഇത് ജനങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് നോക്കും. കൂടുതലും ഞാൻ പറഞ്ഞില്ലേ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള അതാണ്. അപ്പോൾ അത് ചിലത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും. പക്ഷെ ആ ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വന്ന കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ഫെസ്റ്റിവലിൽ നിന്നും നമുക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ സംസാരിക്കുന്നു, ഓപ്പണായിട്ട് സംസാരിക്കുന്നു. നമ്മൾ ഇപ്പോൾ പല പാർട്ടി ഉണ്ട്. അപ്പോൾ ഈ എല്ലാ പാർട്ടികളെയും വിമർശിക്കുന്ന രീതിയിലുള്ള സംഭവം അവരുടെ പോസിറ്റീവ് വശങ്ങളും പറയുന്നുണ്ട്, നെഗറ്റീവും പറയുന്നുണ്ട്. നെഗറ്റീവ് വളരെ ശക്തമായിട്ട് പറയുന്നു. പിന്നെ ഡയലോഗിന്റെ പ്രശ്നം വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ബുദ്ധിമുട്ടി ഞാനാണ്. കാര്യം ലെങ്തി ഡയലോഗാണ്. ലെങ്തി ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ് എല്ലാം പുള്ളിക്കാണല്ലേ. ഇതിൽ വേറൊരു കാര്യം കൂടി ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞാനിത് ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡൊന്നും പറഞ്ഞില്ല. കാര്യം ഓൾറെഡി അമ്മാനോടെ ഒക്കെ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ എന്ന് സാക്ഷാൽ ദൈവം ചെയ്ത് അതൊക്കെ ഈ അതിന്റെ ഒരു മെത്തേഡാണല്ലോ ഫൗണ്ട് ഫുട്ടേജിന്റെ വേറൊരു തലങ്ങളിലുള്ള. അപ്പോൾ അത് അറിയാലോ. അതേപോലെ ഒരുപാട് സമയം ഞാൻ അങ്ങനെ ഒറ്റ ഷോട്ടിലൊക്കെ ഒറ്റ ഷോട്ട് തീരണം. അപ്പോൾ ഈ ലെങ്തി ഡയലോഗുകൾ എവിടെയെങ്കിലും എടുത്ത് തെറ്റിയാൽ ആദ്യം മുതൽ വീണ്ടും വരണം. ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല അത് അങ്ങനെയാണ് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഇത്ര ഉണ്ട്, ഈ സീനിൽ ഇത്ര പറയണം, ഇത്ര പറഞ്ഞോ. അപ്പോൾ അത് ടോട്ടലി ഇപ്പൊ ഞാൻ അതിൽ ഇങ്ങനെ വെച്ചില്ല, ഇത് തന്നെ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല, നിയന്ത്രണം ഇല്ല. പക്ഷെ ഇതിലെ കോണ്ടന്റ് അതേപോലെ കിട്ടണം എന്നുള്ളതാണ്. അതുപോലെ ഈ എസ് ജിഷ്ണുദേവുമായിട്ടുള്ള പ്രവൃത്തി പരിചയം, എനിക്ക് തോന്നുന്നു ഈ രണ്ടുപേർക്കും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സുനിൽ പൊന്നയ്ക്കാണ് ഈ ജിഷ്ണുദേവിൻ്റെ സ്ഥിരം വേട്ടമൃഗമാണ് സുനിലടം മിക്കുള്ള സിനിമകളിലും ഉണ്ട്. അതുപോലെ പ്രിൻസ് ജോൺസണും ഉണ്ട്. എങ്ങനെയാണ് അത് നോക്കിക്കാണുന്ന പുള്ളിയുടെ സംവിധാന രീതിയൊക്കെ? ഇരുത്തിക്കൊണ്ട് പറയണമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ നമ്മളത്രയും ബന്ധവും സൗഹൃദവും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. പുള്ളി നല്ല ഫ്രീഡം തരും. പുള്ളി തരുന്ന ഡയലോഗ്സുകളായാലും അതേ രീതിയിൽ പറയണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്നിട്ടായാലും ആ ആശയം കിട്ടിയാൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നമ്മുടെ അഭിനയത്തിന് കുറച്ച് നാച്ചുറലിറ്റി കിട്ടും. അതാണ് കാര്യം. ഡയലോഗിന് വേണ്ടിയുള്ള കടുംപിടുത്തങ്ങൾ ഇല്ലാതെ വരുമ്പോഴൊക്കെ കുറച്ചുകൂടി സ്വാഭാവികത കിട്ടാൻ വളരെ ഇതാണ്. അതുമാത്രമല്ല നമുക്ക് എന്തെങ്കിലും തെറ്റ് വന്നാലും ശരി, എത്ര ടേക്ക് വേണമെങ്കിലും ചെയ്യാൻ ഒരു ടെൻഷനും ഇല്ല. ഇപ്പോൾ നമുക്കായിരിക്കും കുറേ ടേക്കൊക്കെ എടുത്തപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. എന്നാലും ജിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒറ്റ ഡയലോഗേ ഉള്ളൂ, ഇന്ന് മുഴുവൻ ചെയ്താലും പുള്ളിക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്ക് ഭംഗിയാക്കി തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പുള്ളിയോട് വർക്ക് ചെയ്യുമ്പോൾ ഏതൊരു ടെൻഷനും ഇല്ല നമുക്ക്. താങ്കൾക്ക് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ജിഷ്ണു എടുക്കുന്ന സബ്ജക്റ്റ്, അതായത് ഓരോ കഥ, അപ്പം ജിഷ്ണുവിൻ്റെ സിനിമകൾ കണ്ടവർക്ക് അറിയാൻ പറ്റും. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഉപമ മുതൽ ഇങ്ങോട്ട് ഉള്ള സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ കഥ കൊണ്ടുവരുന്നത് അത് ജിഷ്ണുവിൻ്റെ ഒരു വിജയമാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാന പടം എന്ന് പറയുമ്പോൾ പാരനോർമൽ പ്രോജക്റ്റ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് സിനിമയാണ്. ശരിക്കും അത് കണ്ടവർക്കറിയാം അത് എടുത്തിരിക്കുന്ന രീതിയും പിന്നെ അതിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ലെവലും. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോളിവുഡ് ലെവലിൽ ആ പടം ചെയ്യാൻ പറ്റും ജിഷ്ണുവിന്. അത് ജിഷ്ണുവിൻ്റെ ഒരു വിജയം തന്നെയാണ്. പിന്നെ ഓരോ പടങ്ങൾ ഇപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ സുതിപുരാണം അതൊരു കോമഡി സബ്ജക്റ്റാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കഥ കൊണ്ടുവരുന്ന ഒരു ആളും കൂടെയാണ് ജിഷ്ണു. എന്നുവെച്ചാൽ വേറെ സിനിമയുമായി ഒരു ടച്ചും വരാത്ത രീതിയിലുള്ള കഥകളാണ് ജിഷ്ണു കൊണ്ടുവരുന്നത്. അത് ജിഷ്ണുവിൻ്റെ മാത്രം വിജയമാണ്. അതുപോലെ ഈ കഥാപാത്രം സാധാരണ ചില അഭിനേതാക്കൾ പറയാറുണ്ട് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അങ്ങനെ എനിക്ക് തോന്നിയത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതേ ഗെറ്റപ്പിൽ ഇത് ഭ്രാന്തനല്ല, അല്ലാതെ ഞാൻ വേറൊരു വേഷം ചെയ്ത് ഇത്രയും പ്രായമുള്ളൊരു വേഷം അത് ചെയ്തപ്പം അതിന് ഡയറക്ടർ പറഞ്ഞു മറ്റത് മാറിയിട്ടില്ല, ഇത് മാറ്റണം, ഭ്രാന്തം കയറി വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കുറച്ച് പാടുപെട്ട് നമ്മളത് മാറി ക്ലിയറായി. അങ്ങനെ ഒരു ചെറിയ സംഭവം കയറി വന്നിട്ടുണ്ട്. ഈ പടം ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം കണ്ടിന്യൂ എൻ്റെ നടത്തം ഒരേ രീതിയാണ്. ഒരു പ്രാന്തന് ഒരു പ്രത്യേക ഒരു നടത്തമുണ്ട്. അത് ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ ആ സീനിലെ പ്രാന്തനും ഈ സീനിലെ പ്രാന്തനും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ കോസ്റ്റ്യൂം ആ വേഷം ഫസ്റ്റ് തുടങ്ങുന്നതിൽ തീരുന്നത് വരെ ആ മേക്കപ്പും അതെല്ലാം കണ്ടിന്യൂ ചെയ്ത് വളരെ പ്രധാന കാര്യം. എവിടെയെങ്കിലും ഒരു പാട് വീഴുന്നാൽ ഏതെങ്കിലും ഒരു ഷർട്ട് എവിടെയെങ്കിലും ഒന്ന് കീറിപ്പോയാൽ അതെല്ലാം കണ്ടിന്യൂ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാലും അതത്രയും ഇത് ഒരുപാട് എഫർട്ട് എടുത്ത ഒരു പടമാണ്. അതിനേക്കാൾ എത്രയോ മടങ്ങ് നമുക്ക് സന്തോഷം തിരി തന്നു എന്നുള്ള കാര്യം. 150-ൽ പരം അവാർഡാണ് നമുക്ക് ഈ സിനിമയിൽ കിട്ടുന്നത്. അതിലൊരു അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ്. അതെ, ഏതെല്ലാം രാജ്യം പോയ രാജ്യങ്ങളിൽ നിന്നൊക്കെ റോമിൽ നിന്നും അമേരിക്ക, ലണ്ടൻ, സിംഗപ്പൂർ, പിന്നെ അവിടെ നിന്നൊക്കെ ലഭിച്ച പ്രതികരണങ്ങൾ എന്താണ് താങ്കളുടെ അഭിനയത്തെ കുറിച്ചൊക്കെ? അവിടെ നിന്ന് കാര്യം പിന്നെ നമ്മൾ മൈസൂരിൽ അവാർഡ് നമ്മൾ പോയപ്പോൾ അവിടെ പിന്നെ ഈ നടനെ കാണാൻ എന്നെ കണ്ടിട്ട് ആൾക്ക് മനസ്സിലാവില്ല. കാര്യം നമ്മുടെ ഈ വേഷവും വേറെ ഗെറ്റപ്പ്. ബാംഗ്ലൂർ പോയപ്പോൾ എന്നോട് തന്നെ ചോദിക്കുകയാണ് ആർട്ടിസ്റ്റ് വന്നില്ലേ എന്നുള്ള, എൻ്റെ ഈ മെയിൻ ആർട്ടിസ്റ്റ് വന്നില്ല എന്നോട് ഞാൻ ചോദിക്കുക. അപ്പോൾ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ മുഖത്തുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഇതുണ്ട്, ആശ്ചര്യമുണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാര്യം നമ്മൾ ഒരു നടനെ, അതായത് ഒരു സൂപ്പർ സ്റ്റാർ വന്ന പോലത്തെ ഒരു പ്രതീതി. ആൾക്കാരെല്ലാം അവിടെ ഉള്ള ആൾക്കാരെല്ലാം ആ സിനിമ കണ്ടതിന് ശേഷം അവർ ആ കഥാപാത്രത്തെ ആ നടനെ കാണാൻ വേണ്ടി കാത്തിരുന്നായിരിക്കും. അപ്പോൾ അവരെന്നോടാണ് ചോദിക്കുന്നത് ആ നടൻ വന്നില്ലേന്ന്. അപ്പോൾ ഞാൻ ഇതിലെ വേറെ ഭാഗമാണെന്നാണ് കരുതിയത്. അപ്പോൾ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഇതുണ്ട്. അതൊക്കെ ഒരു നടന്ന് കിട്ടാവുന്ന ഏറ്റവും ഒരു അംഗീകാരം. വളരെ വളരെ നമുക്ക് അതാണ് ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കാണുന്നത്. കാര്യം എനിക്കൊരു 50-ൽ പരം അവാർഡ് ബെസ്റ്റ് ആക്ടറായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും എനിക്കിത് കിട്ടിയിട്ടുണ്ട്. കാര്യം അത്രയും എഫർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളെടുക്കുന്ന എഫർട്ടിന് ഫലം കിട്ടിയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തേക്ക് ഇന്ന് തന്നെയാണ് ഈ പടത്തിലെടുത്ത എഫർട്ടിന് ഈ പടത്തിൽ തന്നെയാണ് അത് കിട്ടിയെന്നുള്ളതാണ് സത്യം. അത്രയേറെ സന്തോഷവും. അത് പിന്നെ നമ്മൾ അംഗീകരിക്കപ്പെടുന്നു അല്ലേ, നമ്മളെ അംഗീകരിക്കപ്പെടുമ്പോൾ ആണല്ലോ നമ്മൾ ചെയ്യുന്നൊരു വർക്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അത് നമുക്ക് ഈ സിനിമ നമുക്ക് നേടി തന്നിട്ടുണ്ട്. എന്തെങ്കിലും VFX അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, അത് പറയുമ്പോഴാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ടൊക്കെ സിങ്ക് സൗണ്ട് അല്ലല്ലേ, സിങ്ക് സൗണ്ട് അല്ല, ഡബിംഗ് ആണ്. അപ്പൊ ഡബിംഗ് സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടി കാണാം. അതെ അതെ അതെ. പിന്നെ അതിൽ മ്യൂസിക് ഇല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് മാക്സിമം ഈ എഫക്ട്സ് ഡബിങ് ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് അനുസരിച്ചിട്ടുള്ള ഒരു ഡബിങ് വേണം. അതെ അതെ. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ശബ്ദമൊക്കെ ഈ നമുക്കറിയാം ഇങ്ങനെ വിളിച്ചു കൂവി നടക്കുന്ന ഒരാളാണ്. ആ ഒരു ഹസ്കിനെസ്സും ഒരു ശബ്ദമൊക്കെ അത് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ഡബിംഗ് സമയത്ത് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ ഈ VFXന്റെ കാര്യം ചോദിച്ചത്, ഈ സുതിപുരാണം എന്ന ജിഷ്ണുദേവന്റെ സിനിമയിൽ ഒരു പെരുമ്പാമ്പിനെ കാണിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള പെരുമ്പാമ്പ് തന്നെയാണ്? അതാണ് ചോദ്യം. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു? അത് ട്രെയിനർ, ആനിമൽ ട്രെയിനർ, നമ്മുടെ ഷാജി എന്ന് പറയുന്നത്. ഇതിനകത്ത് പട്ടിയുമായിട്ട് ഇതിലും അങ്ങനെ ഒരു പുള്ളി ഇതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ആക്ടറാണ് പുള്ളി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിലൊരു വേഷം. പിന്നെ ഇതിൽ അവാർഡുകൾ, അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്, താങ്കളുടെ പ്രതികരണം? അവാർഡ് ഫസ്റ്റ് നമ്മളിത് ഒരുപാട് ഫെസ്റ്റിവൽ അയക്കുന്ന സമയത്ത് ഇത് ഒരു എക്സ്പെരിമെന്റൽ ഫിലിമാണ്. അപ്പോൾ ആദ്യം ഫിലിം ഫെസ്റ്റിവലിലേക്ക് അയച്ചു നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്പർച്യൂണിറ്റി റിലീസ് ചെയ്യാൻ പാടില്ല പല ഫെസ്റ്റിവൽസിലും. അങ്ങനെ അതെ. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് അയച്ചിട്ട് ഒരു 2 മാസം ഒരു
ഒരു വെയിറ്റിംഗ് ആയിരുന്നു, അത് എന്താവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സുനിൽകുമാറിനോടും പുള്ളി പ്രിൻസിൻ്റെ കൂടിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ച സമയത്ത് ഇത് പോസിറ്റീവായിട്ട് വരുമായിരിക്കും എന്നുള്ളൊരു ഇതിലായിട്ടാണ് നമ്മൾ നിന്നത്. പക്ഷേ അവാർഡ് വരാൻ തുടങ്ങിയത് തൊട്ട് ഏകദേശം ഒരു 35 അവാർഡ് ഇങ്ങനെ വന്നു, അടുപ്പിച്ചടുപ്പിച്ച് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു റെസ്പോൺസ് ആയിരുന്നു ആദ്യം തുടക്കത്തിലേ കിട്ടിയത്. അപ്പോൾ പിന്നെ ഇത് കണ്ട് ഇത്രയും അവാർഡൊക്കെ കിട്ടിയപ്പോൾ പിന്നെ എല്ലാവർക്കും പടം കാണാൻ ഭയങ്കര എന്ന് റിലീസാവും എന്നുള്ള ആ ഒരു ചോദ്യം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോൾ അതിനും കൂടി ഒരു ഉത്തരവാണ് നമ്മൾ 10-ാം തീയതി നമ്മുടെ പടം റിലീസാകും. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ആവുന്നുണ്ടല്ലേ? നമ്മൾ ABC ടോക്കീസിൽ ഇന്ത്യയിൽ, പിന്നെ US POV ഹൊററാണ് ചെയ്യുന്നത്. അങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയി കിട്ടിയായിരുന്നല്ലോ അതിന്. അപ്പോൾ ഉണ്ടായ ഒരു അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിക്കുന്ന ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡ് ഫിലിമാണ്. 99 തൊട്ട് 61 അവാർഡ് എന്തോ ആയിരുന്നു റെക്കോർഡ് ആയിരുന്നത്. അപ്പോൾ അത് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് 150 അവാർഡ് നമ്മുടെ പടത്തിന്. എനിക്കൊന്ന് തമിഴിലെ ആദ്യത്തെ ഫൗണ്ട് ഫുട്ടേജും ജിഷ്ണു സംവിധാനം ചെയ്തതല്ലേ? അമാനുട. അതെ, അവാർഡുകൾ എടുക്കുകയാണെങ്കിൽ ജിഷ്ണുവിന് വൈവിധ്യമായ ഒരുപാട് അവാർഡുകളുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു പടം ചെയ്ത് ഷൂട്ട് മുതൽ റിലീസ് വരെ ചെയ്തതിനുള്ള അവാർഡും. അതെ, എന്ത് സാക്ഷാൽ ദൈവമാണ് സാക്ഷാൽ ദൈവം. അപ്പം അങ്ങനെ അവാർഡ് അല്ല, അത് ഒന്നിനൊന്ന് വ്യത്യസ്തമായ തീമുകളാണ്. അപ്പോൾ സാധാരണ ഒരു പാതയിലൂടെ അല്ല ജിഷ്ണു നടക്കുന്നത്, വ്യത്യസ്തമായ വഴികളിലൂടെയാണ്. ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ മാത്രമേ എടുക്കുമോ അല്ലെങ്കിൽ അല്ല, അതിന് സുധിപരാമൻ തെളിയിച്ചല്ലോ. സുധിപരാമൻ ഒരു കോമഡി. നമ്മുടെ പല ആക്ടേഴ്സിൻ്റെ കൂടിയും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ജിഷ്ണുവിൻ്റെ പടങ്ങളൊക്കെ നമുക്ക് അത് എന്ത് പടമാണ് നമുക്ക് മനസ്സിലാവില്ല. എക്സ്പെരിമെന്റ് അങ്ങനെ പരീക്ഷണ സിനിമ, നിങ്ങൾ വേറെ ഏതെങ്കിലും പടം ചെയ്ത് രക്ഷപ്പെടുന്നതല്ലേ, അങ്ങനെ ഒരുപാട്. അപ്പോൾ അത് അങ്ങനെയല്ല, നമുക്ക് വരുന്നതിനനുസരിച്ച് നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്ത് എങ്ങനെ സക്സസ്ഫുൾ ആക്കാം. ഇപ്പോൾ എല്ലാ പടവും ഇപ്പോൾ ഇതിനകത്ത് എന്നിട്ടുള്ള മിക്ക പടങ്ങളും നമ്മൾ സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ട്. അതിന് അല്ലെങ്കിൽ ഒരു എന്താ പറയാൻ ആൾക്കാർക്ക് ഒരു എന്താ പറയുക ഒരു കോണ്ടന്റ്, വ്യത്യസ്തമായിട്ടൊരു കോണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ചില പ്രത്യേകപരമായ ആശയങ്ങൾ നമുക്ക് സമൂഹത്തിനോട് പറയണമെങ്കിൽ ചിലപ്പം കൊമേഴ്ഷ്യൽ സിനിമ കൊണ്ട് പറ്റില്ല. അതിനൊരു ചില പരിധി കൊണ്ട് അതിൻ്റെ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു ബഡ്ജറ്റിൽ ചെയ്താൽ മാത്രമേ വാണിജ്യ സിനിമ, അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ 2 കോടിക്ക് മുകളിലോട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു രീതിയിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു ഇത് വെച്ചിട്ട് മാക്സിമം അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇതിപ്പോഴേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേ പ്രതീക്ഷിക്കും. അതെ. പക്ഷെ എന്നാലും അങ്ങനെയല്ല, ഞാൻ വീണ്ടും എക്സ്പെരിമെന്റിൽ വരും. ഒരു കൊമേഴ്ഷ്യൽ ചെയ്താലും എക്സ്പെരിമെന്റിൽ ചെയ്യും.